ഈ പയ്യൻ കൊണ്ടുവരുന്ന കന്നാസ് കണ്ടോ, ഇതൊരു മാജിക് കന്നാസാണ്. പയ്യനും തന്റെ ചെറിയമ്മ അമിനാട്ടയും കൂടി വെള്ളം ശേഖരിക്കാൻ ഇറങ്ങിയതാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഏരിയയിൽ ഒരു ഹാൻഡ് പമ്പ് കാണുന്നത്. പക്ഷെ അതൊട്ട് വർക്കും ചെയ്യുന്നില്ല. സാധാരണ ഇവിടെയുള്ള കിണറുകളൊക്കെ സ്ലാബ് ഇട്ട് ഇങ്ങനെ മൂടിയിട്ട് അതിന്റെ നടുക്കായിട്ട് ഒരു ചെറിയൊരു അടപ്പും വെക്കും. ഇത്രയും ആഴമുള്ള കിണറ്റിൽ നിന്ന് കപ്പിയും കയറൊന്നും ഇല്ലാതെ എങ്ങനെ വെള്ളം കോരുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ മാജിക് കന്നാസിൽ നിന്ന് കയറ് വലിക്കാൻ തുടങ്ങിയത്. എത്ര വലിച്ചാലും കയറ് തീരൂലത്ര. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു മാജിക് കന്നാസ് ഉണ്ടത്രേ. അങ്ങനെ ഏതായാലും തൊട്ടിയും കയറും സെറ്റ്. ഇനി ഇതിന്ന് കഷ്ടപ്പെട്ട് വെള്ളം കോരണം. വെള്ളം കോരിയാൽ മാത്രം മതിയോ? കോരിയ വെള്ളം ചുവന്ന് കുന്നിന്റെ പൊക്കത്തുള്ള വീടുകളിൽ എത്തിക്കണം. ഈ ബുദ്ധിമുട്ടൊക്കെ ജസ്റ്റ് ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടുന്ന നമുക്ക് മനസ്സിലാവൂ. ആത്മഹത്യ ചെയ്യാൻ കയറി നിൽക്കുന്നത് പോലെയാണ് ഇത്രയും ആഴമുള്ള കിണറിന്റെ മണ്ടയിലെ സ്ലാബിൽ കയറി നിൽക്കുന്നത്. സ്ലാബങ്ങാണ് ഇടിഞ്ഞു പോയ പിന്നെ ആളെ നോക്കണ്ട. ഇതിനകത്തുനിന്ന് ഇവര് വെള്ളം കോരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും വിറയ്ക്കും. സാധാരണ ഇങ്ങനെയുള്ള കിണറുകളിൽ നിന്ന് വെള്ളം കോരുന്നതിന് അതിന്റെ ഉടമ 2 തൊട്ട് 3 ലിയോൺ വരെയാണ് ചാർജ് വാങ്ങുന്നത്. 3 ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 11-12 രൂപയോളം വരും. എന്നാൽ ഈ കിണറിന്റെ ഉടമ വെള്ളം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ തൊട്ടിയും കയറും സ്വന്തമായിട്ട് കൊണ്ടുവന്നോണം. അങ്ങനെ ഏതായാലും കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ കോരി പാത്രങ്ങളിൽ നിറച്ചതിന് ശേഷം ആ മാജിക് കന്നാസിലേക്ക് കയറ് തിരികെ കയറ്റി. അപ്പോഴേക്കും നമ്മുടെ പുള്ളങ്ങൾ ചുവട് താങ്ങിയൊക്കെ തയ്യാറാക്കി വെള്ളം ചുമ്മാൻ റെഡിയായി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവസാനത്തെ കന്നാസ് പൊക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറയുക, നിങ്ങൾ ഈ ഒരു ദിവസം വെള്ളം പൊക്കിത്തന്ന് സഹായിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല ഞങ്ങളുടേത്.